സമരം മയപ്പെടുത്തി PG ഡോക്ടർമാർ. അത്യാഹിത വിഭാഗം ബഹിഷ്കരണം അവസാനിപ്പിച്ചു. OP വാർഡ് ബഹിഷ്കരണം തുടരും. അതേസമയം PG ഡോക്ടർമാരുടെ സമരത്തിന് നൽകിവന്ന പിന്തുണ ഹൌസ് സർജൻമാർ പിൻവലിച്ചു. ആരോഗ്യമന്ത്രി ഇന്നലെ നൽകിയ ഉറപ്പുകൾ സ്വാഗതാർഹമാണെന്ന് ഹൌസ് സർജൻമാർ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് VS അനു ആണ് ചേരുന്നത്. അനു, സാഹചര്യത്തിന് ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ട്. എന്താണ് അവസ്ഥ? യഥാർത്ഥത്തിലും ഈ PG ഡോക്ടർമാരുടെ സമരം അവർ ഭാഗികമായി പിൻവലിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചർച്ചയൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് അവർ പ്രതികരിച്ചത്. കാരണം ഈ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അവിടെ പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? നമ്മളോട് വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള ചർച്ചയാണ് ആരോഗ്യമന്ത്രി നടത്തിയത്. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം കേട്ടു. ഞങ്ങളുടെ 3 ആവശ്യങ്ങൾ, കൂടുതൽ NAJR ഡോക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ അതിന് ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തതിൽ നമ്മുടെ കോളേജിൽ നിന്നൊക്കെ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ കണ്ടതായിരുന്നു. അതായത് 245 ഡോക്ടർമാരാണ് ഫസ്റ്റ് ഇയറിൽ വരാനുള്ളത്. പക്ഷേ അത് പ്രീ ആൻഡ് പാരാക്ലിനിക്കൽ ഡോക്ടർമാരുടെ എണ്ണം കുറച്ചിട്ടാണ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. ഈ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വളരെ അനുഭാവപൂർവ്വം ഇന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, കണക്കുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യമായ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് നീറ്റ് അലോട്ട്മെൻറ്റ് പെട്ടെന്നാക്കാനുള്ള അഭ്യർത്ഥന, അതിന് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ സമ്മർദ്ദം ഓൾറെഡി ചെലുത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ 3ാമത്തെ ആവശ്യമായ സ്റ്റൈബൻ ഹൈക്ക്, അതിന് ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്ര 6-7 മാസമായിട്ട് ഫസ്റ്റ് ഇയേഴ്സ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ ഫണ്ടിനെക്കുറിച്ച് വെച്ചപ്പോൾ വീണ്ടും ഫണ്ടിനെക്കുറിച്ചും കണക്കിനെക്കുറിച്ചും ഇന്ന് ചർച്ച ചെയ്യാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ മന്ത്രി വളരെ മനസ്സലിഞ്ഞ് ഞങ്ങളുടെ ജോലിഭാരം മനസ്സലിഞ്ഞ് അതിനെക്കുറിച്ച് പഠിക്കുവാനും റെസിഡൻസ് മാനുവൽ പാലിക്കുമെന്ന് ഉറപ്പാക്കാനും ഒരു അന്വേഷണ സമിതി രൂപീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത്രയും അനുഭാവപൂർവ്വം ഗവൺമെൻറ് പെരുമാറിയ സ്ഥിതിക്കും പിന്നെ ഞങ്ങൾ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അധികം നാൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കോവിഡും നിപ്പയും കാലത്തൊന്നും നോക്കാതെ ഇറങ്ങി രോഗികളെ ചികിത്സിച്ചവരാണ് ഞങ്ങൾ. ഇപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗികൾ പ്രധാനമാണ്. അതുകൊണ്ട് രോഗികളെയും കൂടി കണക്കിലെടുത്ത് സർക്കാരിൻ്റെ പോസിറ്റീവ് സമീപനം കണക്കിലെടുത്ത് തൽക്കാലം എമർജൻസി ഡ്യൂട്ടിക്ക് കയറുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ആവശ്യങ്ങൾ നേടുന്നവരെ സമരവുമായി മുന്നോട്ട് തന്നെയാണ്. അതായത് അത്യാഹിത വിഭാഗത്തിൽ നിങ്ങൾ ജോലിക്ക് OP ബഹിഷ്കരണം തുടരുക തന്നെ ചെയ്യും. OP ബഹിഷ്കരണം, വാർഡ് ബഹിഷ്കരണം, കൺസൾട്ടേഷൻ ഡ്യൂട്ടി, ഇലക്ടീവ് സർജറി, അങ്ങനെ അത്യാഹിതമല്ലാത്തതെല്ലാം തുടരും. പക്ഷേ അത്യാഹിതം ഞങ്ങൾക്ക് ഞങ്ങളുടെയാണ്. അതുകൊണ്ട് ജനങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ ഹൗസ് സർജന്മാരും ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്നത് കാരണം മന്ത്രിയുടെ ഉറപ്പുകൾ സ്വാഗതാർഹമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇനി സമരത്തിലേക്കില്ല എന്നുള്ള നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എമർജൻസി വിഡ്രോൾ ചെയ്തപ്പോൾ 1-2 ദിവസം വിഡ്രോ ചെയ്ത് തിരിച്ച് കയറി നമ്മുടെ രോഗികളെ ചികിത്സിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഇത്രയും ദിവസം നീണ്ടുപോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗികളെ അധികം ബുദ്ധിമുട്ടിലാക്കാൻ കഴിയില്ല. അത് ഡോക്ടേഴ്സിന് പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഡോക്ടേഴ്സാണ്. ബോബി, ഏതായാലും സമരത്തിന്റെ 16ാം ദിവസമാണ്. ഏതായാലും PG ഡോക്ടർമാർ അവരുടെ സമരം മയപ്പെടുത്തിയിരിക്കുന്നു. കാരണം അത്യാഹിത വിഭാഗത്തിൽ ഇനി അവരുടെ പ്രവർത്തനം ഉണ്ടാകും. അതേസമയം അവരുടെ ആവശ്യങ്ങൾ നേടുന്നതുവരെയും സമരം തുടരുമെന്ന നിലപാടിലാണ് PG ഡോക്ടർമാർ. ബോബി, ശരി. വയനാട്ടിൽ വീണ്ടും കടുവ വളർത്തുമൃഗങ്ങളെ കൊന്നു. പയ്യമ്പള്ളി സ്വദേശിയും വടക്കുംപാടം ജോണിന്റെ പശുക്കിടാവിനെയും ടോമിയുടെ ആടിനെയുമാണ് ആക്രമിച്ചത്. ഇതോടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വളർത്തുമൃഗങ്ങൾ 19ആയി. കടുവയ്ക്കായി ഇന്നും തെരച്ചിൽ തുടരും. ഈ കാട്ടിലെ മൃഗങ്ങൾ കാട്ടിലും നാട്ടിലെ ജനങ്ങൾ നാട്ടിലും എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ഞങ്ങൾ കർഷകർ ചാവേറുകൾ ആകാനും തയ്യാറാണ്. ക്ഷീരകർഷകരാണല്ലോ ഈ പ്രദേശത്ത് കൂടുതൽ. അവരുടെ ഒരു ആശങ്ക വലുതല്ലേ? അവരുടെ ആശങ്ക വളരെ വലുതാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പശുക്കൾക്ക് പുല്ല് വെട്ടാൻ പറ്റുന്നില്ല, പാല് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ സർക്കാർ സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും വളരെ അധികം ആശങ്കയിലാണ് അവർ. ഈ പ്രദേശം മൊത്തം ഈ പ്രദേശ ജനങ്ങളെ കൂട്ടായ്മയിൽ ഒരു തുള്ളി ഉറക്കമുളയ്ക്കാണ്ട് അവർ പകല് ഫുള്ള് പോകുന്നുണ്ട്. രാത്രി ഫുള്ള് ഉറക്കമൊളിച്ച് കാവല് നിൽക്കുകയാണ്. തീ കൂട്ടി എല്ലാ വീടുകളിലും റോഡ് സൈഡിലും എല്ലാം വണ്ടികളും ജനങ്ങളും മൊത്തം നിൽക്കുന്നുണ്ട്. എന്നിട്ട് പോലും കടുവേനെ ഇവിടുന്ന് ഓടിച്ചു വിടാതെ ഇവിടെ വരുന്നില്ല. എന്നിട്ട് വേറെ വഴിക്ക് കടുവ പോയിട്ട് അവിടെ ഉപദ്രവിക്കുന്നത്. പാല് കൊടുക്കാൻ പറ്റുന്നില്ല. റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല. കാപ്പി വരെയൊക്കെ നടക്കുന്ന സമയമാണ്. ഒന്നാമത് കാപ്പി ഇല്ല. ഈ മഴ പെയ്ത് കാപ്പി കുറെ പഴുത്തു, കുറെ പച്ച, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള കാപ്പിയൊക്കെ പറിക്കുന്ന സമയത്ത് പോലും ഇപ്പം ജനങ്ങൾ, അധികം സ്ത്രീകളാണ് കാപ്പി പറിക്കാൻ പോകുന്നത്. അവർക്ക് പോലും ഈ കാപ്പി പറിക്കാൻ പറ്റുന്നില്ല. കാരണം ഉള്ളോട്ടുള്ള തോട്ടത്തിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പേടിയാണ്. പുല്ല് എത്താൻ പറ്റുന്നില്ല. റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളൊക്കെ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കടുവ ഇറങ്ങിക്കൊണ്ട്. രതീഷാണ് ചേരുന്നത്. രതീഷ്, ജനങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ അനുഭവിക്കുന്ന പേടിയും ആശങ്കയുമെല്ലാം. എന്താണ് ഇന്നത്തെ അവസ്ഥ?
ഗോപി ഇന്നും കടുവ ഇറങ്ങി ഒരു പശുക്കിടാവിനെയും ഒരു ആടിനെയും പ്രദേശത്ത് കൊന്നിരിക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആശങ്ക. കർഷകർക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ കൃത്യമായ പരിശോധന നടത്തണം. ഈ പരിശോധന നടക്കുന്നുണ്ട് വ്യാപകമായി. ഇപ്പോൾ 10-18 ദിവസമായി വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും പ്രത്യേക സംഘങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഈ പരിശോധനയിൽ അതിന്റെ ഗുണമുണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി കർഷകർ ഉയർത്തുന്നത്. മാത്രവുമല്ല, ഈ വനാതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലായിരുന്നു ആദ്യം കടുവയുടെ ശല്യം വ്യാപകമായി ഉണ്ടായിരുന്നത്. അത് വനത്തിൽ നിന്ന് ഏറെ അകലെ, ഇവിടുന്ന് വനാതിർത്തിയിൽ നിന്ന് 4, 5, 6 കിലോമീറ്റർ അകലെയുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ കൂടി കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇന്നലെ രാത്രി നടന്ന സംഭവമുള്ളത്. ഇത് പുതിയിടത്തെ മാനന്തവാടിയിലെ ഈ ജനസാന്ദ്രതയുള്ള ടൗണിനോട് അടുത്ത പ്രദേശത്തെ ഒരു ഗ്രാമത്തിലാണ് ഇന്നലെ കടുവ ഇറങ്ങിയതും ഈ പശുക്കിടാവിനെ കൊന്നതും അതുപോലെ തന്നെ ആടിനെ പിടിച്ചതുമെല്ലാം. അതുകൊണ്ട് തന്നെ കർഷകരുടെ ആവശ്യം കൃത്യമായി ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യണം. കൃത്യമായി ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്, പരിശോധനയാണ് നടക്കേണ്ടത്. അത്തരത്തിൽ കടുവയെ കണ്ടെത്തുകയും മയക്കുപിടി വെച്ചോ അല്ലെങ്കിൽ കൂട് വെച്ചോ പിടിക്കണം എന്ന തരത്തിലുള്ള ഒരു ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. കാരണം ആശങ്ക, ഈ ജനസാന്ദ്രതയുള്ള പ്രദേശം ഒരിക്കലും കടുവ ഉണ്ടാവില്ല എന്ന് കരുതിയ, കടുവ എത്തില്ല എന്ന് കരുതിയ പ്രദേശങ്ങളിലേക്കാണ് കടുവയുടെ വരവ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്ക അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണയോടുകൂടിയുള്ള തെരച്ചിൽ വേണം എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. തെരച്ചിൽ കുങ്കിയാനകൾ ഉപയോഗിച്ച് കാടുകളിൽ നടത്തുന്നുണ്ട്. എന്നാൽ ഈ കാടുകളിലല്ല ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യമുള്ളതെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രദേശത്തെ തോട്ടങ്ങളിൽ, അത് ഇപ്പോൾ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ തോട്ടങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുന്നു എന്ന ആശങ്കയാണ്. ഈ പുതിയ മനസ്സിലാക്കുന്ന തെരച്ചിൽ രീതികൾ മാറ്റുന്നുണ്ടോ? രതീഷ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവും പകലും ഇല്ലാത്ത തെരച്ചിലാണ്. നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് വനംവകുപ്പ്, നാട്ടുകാരൊക്കെ എന്നറിയാം. പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമല്ല. ഇതിപ്പോൾ പുതിയ സാഹചര്യം അനുസരിച്ച് തെരച്ചിലിൻ്റെ രീതി മാറ്റാൻ ഇടയുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ 16 ദിവസമായിട്ട് എല്ലാ ദിവസവും ഇതിൻ്റെ ആക്രമണം ഉണ്ടാവുകയാണ്. അത് പരിക്കേറ്റ കടുവയാണ്. അപ്പോൾ അതിന് തിരിച്ച് കാട്ടിലേക്ക് പോകാനുള്ള സാധ്യത തുലവും കുറവുമാണ്. എത്രയും പെട്ടെന്ന് പിടിക്കുക എന്നുള്ളത് മാത്രമല്ലേ അതിൻ്റെ ഒരു സൊല്യൂഷനുള്ളൂ? തീർച്ചയായും നാട്ടുകാരും ആ രീതിയിൽ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ കുങ്കിയാനകൾ ഉപയോഗിച്ച് സമീപ പ്രദേശങ്ങളെ വനങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് അത് പ്രായോഗികമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ, തോട്ടങ്ങളിൽ, കാപ്പിത്തോട്ടങ്ങളിലൊക്കെ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. അതാണ് ജനങ്ങളെ ആശ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരച്ചിലിൻ്റെ സ്വഭാവം മാറ്റേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സ്വകാര്യ തോട്ടങ്ങളിലേക്കും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലേക്കും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഇത് മാറ്റേണ്ടതുണ്ട്, തെരച്ചിൽ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആലോചനകളും വനംവകുപ്പിന്റെ ഭാഗത്തും ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവരുടെ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാവണം. കാരണം ഔദ്യോഗികമായ സംവിധാനങ്ങളുടെ വിശദീകരണം അനുസരിച്ച് ഇത്തരത്തിലുള്ള എല്ലാ പരിശോധനകളും. ഇപ്പോൾ DFO ഷജ്ന നമ്മളോട് കൂടെ ചേരുന്നു. മാഡം, നിലവിലെ അവസ്ഥ എന്താണ്? നമുക്ക് ഇന്ന് മോർണിംഗ് ഒരു കോൺഫ്ലിക്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാക്കിംഗ് ടീം ആ ഭാഗത്ത് എവിടെയെങ്കിലും കടുവയുണ്ടോ എന്നുള്ളതും അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കെമിക്കൽ മൊബിലൈസേഷൻ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ടീം ഓൾറെഡി ഫീൽഡിൽ അതിന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവില് നിങ്ങളുടെ പോലെ വിദഗ്ധരുടെ അസസ്മെന്റ് എന്താ? അത് കാട്ടിലാണോ ഉള്ളത് അതോ ജനവാസ മേഖലയിലോ അടുത്താണോ ഉള്ളത്? അതിന്റെ ഒരു ട്രാക്ക് പരിശോധിച്ചതിൽ അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് ഏർലി അവേഴ്സിൽ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് പുറത്തിറങ്ങി ഇരതേടുകയും അത് കഴിഞ്ഞ് കാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു ട്രാക്കാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഡം, ഇതിപ്പോ ഞാനിപ്പോ ഒരു വിഷ്വൽ കണ്ടപ്പോഴും ഈ പശുവിനെ കൊന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എരതേടുന്നതിനപ്പുറം അതിനുവേണ്ടി മാത്രം ഇറങ്ങുന്നു, തിരിച്ചു പോകുന്നു. അതിന് കാട്ടിൽ പോയി എര പിടിക്കാനുള്ള ആരോഗ്യമില്ല അല്ലേ? അതുണ്ടാവും. കാട്ടിൽ സാധാരണഗതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ടൈഗേഴ്സ് നാട്ടിലിറങ്ങി ഒരു ഈസി പ്രേ തേടുന്ന ഒരു ഹാബിറ്റ് ടൈഗറിനില്ല. ഹെൽത്തി ടൈഗേഴ്സ് കാട്ടിൽ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് കണ്ടീഷൻ മോശമായാലും മാത്രമേ അത് നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇത്തരത്തിൽ ഈസിയായി കിട്ടുന്ന ഒരു പ്രേ എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ഇരതേടാറുള്ളൂ സാധാരണഗതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കണ്ടീഷൻ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള ഒരു ടൈഗർ തന്നെയാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. മാഡം, നിങ്ങളൊക്കെ രാവും പകലും ഇല്ലാതെ പണിയെടുക്കുകയാണെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടേ, പലരും നിലത്ത് വിരിച്ചാണ് കിടക്കുന്നതൊക്കെ. വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. എന്നാലും പിടിക്കുകയല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ലല്ലേ ഇതിന്?
ഇല്ല, ഇതിൽ നമ്മൾ ഏറ്റവും വലിയ നമ്മൾ ഒരുപാട് ടൈഗർ ഓപ്പറേഷൻസ് ഇത്തരത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ള നാടാണ് വയനാട് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഏറ്റവും വിജയകരമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടൈഗർ ക്യാപ്ചറിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള ടീം തന്നെയാണ് കൂടെയുള്ളത്. ഇതിലുള്ള ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം പോലും നാട്ടുകാരോ അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ തെരച്ചിൽ നടത്തുന്ന ഏതെങ്കിലും ടീമോ ഡേ ലൈറ്റിൽ ഇതിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഓപ്പറേഷൻ കുറച്ച് ബുദ്ധിമുട്ടാക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്നാലും റിസൾട്ട് ഉണ്ടാവുന്നത് തന്നെയാണ് ഞങ്ങളുടെ. അവസാനം ഒരു കാര്യം കൂടി, ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടിന്റെ ഒക്കെ തൊട്ടടുത്താണ് കാൽപാദങ്ങൾ കണ്ടെത്തിയത്. അപ്പൊ ഇതിനി കൂട്ടുകയറുന്ന പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അങ്ങനെയില്ല. അതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇപ്പൊ കണ്ടിരിക്കുന്നതിൽ പലപ്പോഴും ഇതൊരു സേഫ് സോണിൽ നിന്നുകൊണ്ട് ഒരു ഇരയെ പിടിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഒരു കാറ്റൽ ഷെഡിന്റെ അടുത്ത് തന്നെ 2-3 പ്രാവശ്യം വന്ന് നോക്കിയിട്ട് അവിടെ ഏറ്റവും സേഫ് ആയിരിക്കുന്ന ഒരു സമയത്ത് മാത്രം ഇര തേടുന്ന ഒരു രീതി ഇതിനൊരു അസസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന ഡോക്ടർ അരുൺ സക്രിയ ഉണ്ട്, അതേപോലെ അദ്ദേഹത്തിന്റെ ടീമുണ്ട്. അപ്പൊ അതുപോലെ കൺസർവേഷൻ ബയോളജിസ്റ്റുകളൊക്കെ ഈ രീതിയിൽ അസസ്മെന്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടിൽ കയറില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും ഒരു കുറച്ചുകൂടെ നമ്മൾ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് കേജിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമവും നമ്മളെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡയറക്ട് സെർച്ചിങ് കിട്ടുകയാണെങ്കിൽ മയക്കുവെടി പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ആവശ്യമായ പൂർണ്ണമായ സഹകരണം സ്കൂളിൽ പോകുന്നതിനാകട്ടെ, ഡയറി ഫാമേഴ്സിന് മിൽക്ക് കളക്ഷൻ സെന്ററിൽ എത്തുന്നതിനാകട്ടെ, മറ്റ് ഫാമിംഗ് ആവശ്യങ്ങൾക്കാകട്ടെ, അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വനംവകുപ്പും പോലീസും ജില്ലാ ഭരണകൂടവും ഒപ്പം നിന്ന് ശ്രമിക്കുന്നുണ്ട്. നന്ദി മാഡം. DFO ഷജ്നയാണ് പ്രതികരിച്ചത്. രതീഷ്, ഇതാണ് അവരും പറയുന്നത്, സാധ്യമായതെല്ലാം നോക്കുന്നു അല്ലേ? അതെ, തീർച്ചയായും ഗോപി, സാധ്യമായതെല്ലാം വനം വകുപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിലെ പ്രായോഗിക പ്രശ്നം ജനങ്ങൾ പറയുന്നത് ഈ ജനവാസ പ്രദേശങ്ങളിലെ തോട്ടങ്ങളിലാണ് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ആരോഗ്യം ക്ഷയിച്ച കടുവയാണെന്ന് ഉറപ്പാണ്. കാരണം ഇര തേടാൻ ഈ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങുന്നത് ആരോഗ്യമുള്ള കടുവകൾ ഇറങ്ങില്ല. ആരോഗ്യ പ്രശ്നമുള്ള കടുവ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സാന്നിധ്യം ഈ നാട്ടിൻപുറങ്ങളിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലാണ് ലൊക്കേറ്റ് ചെയ്ത് ഇതിനെ കണ്ടെത്താനുള്ള ശ്രമം കൂടുതൽ നടക്കേണ്ടത്. ഈ വനപ്രദേശം പകൽ വെളിച്ചത്തിൽ ഇതിനെ ആരും കണ്ടിട്ടില്ല. മാത്രമല്ല അതിന്റെ ഇതുവരെയുള്ള ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ പല രീതിയിൽ അത് വളരെ സേഫ് ആയിട്ടാണ് ഇര പിടിക്കുന്നത്. രതീഷിന് ചുറ്റുമുള്ളവരൊക്കെ എന്താ പറയുന്നത്? ഏകദേശം എത്ര മണിയോടുകൂടിയാണ് ഈ ശബ്ദം കേൾക്കുക, അങ്ങനെ വല്ലതും ഉണ്ടായത്? ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അത് വല്ലതും പറയാൻ പറ്റുമോ? തീർച്ചയായും രാത്രികളിൽ തന്നെയാണ് കടുവയുടെ ഈ വരവും ഈ ഇരതേടലും ഒക്കെ നടന്നിട്ടുള്ളത്. കാരണം 12 മണിക്ക് ശേഷവും പുലർച്ചെ 3 മണിക്ക് മുമ്പുമായിട്ടുള്ള സമയങ്ങളിലാണ് കൃത്യമായി സേഫ് സോണിലായിട്ടുള്ള വളരെ സുരക്ഷിതമായ സമയത്ത് തന്നെയാണ് ആളുകളൊന്നുമില്ലാത്ത വളരെ സുരക്ഷിതമായ സ്ഥലത്ത് സുരക്ഷിതമായ ഇടങ്ങളിൽ പോയി വളർത്തുമൃഗങ്ങളെ കണ്ടെത്തുന്നു, ഇര പിടിക്കുന്നു എന്ന രീതി തന്നെയാണ് കടുവ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായി വലിയ പ്രയാസമുള്ള കടുവയാണ്. അതുകൊണ്ട് തന്നെ കടുവയുടെ സാന്നിധ്യം ഈ സ്വകാര്യ തോട്ടങ്ങളിൽ ഉണ്ട് എന്ന് നാട്ടുകാർ വീണ്ടും പറയുന്നു. ആ രീതിയിലുള്ള തെരച്ചിലും ജാഗ്രതയുള്ള പ്രവർത്തനങ്ങളുമാണ് വേണ്ടത്. അല്ലാതെ ഇവരുടെ ഈ ആശങ്കയ്ക്ക് പരിഹാരമാകില്ല. കാരണം ഈ വനംവകുപ്പ് തിരയുന്നില്ല എന്നൊന്നും നാട്ടുകാർ പറയുന്നില്ല. പക്ഷേ ഈ തിരച്ചിൽ കുറച്ചും കൂടെ കാര്യക്ഷമമായി ഫോക്കസിംഗ് ആയി ഈ പ്രദേശങ്ങളിലെ സ്വകാര്യ തോട്ടങ്ങളിൽ കടുവയുണ്ടെന്ന് സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾക്ക് മേൽക്കൈ കൊടുത്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ അങ്ങനെ ജാഗ്രതയോടെ തിരയണം. ഇത് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം തിരയുന്നത് അല്ലെങ്കിൽ വനാതിർത്തി പ്രദേശങ്ങളിൽ മാത്രം തിരയുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. കാരണം അതാണ് ഇത്രയും വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത്, അവിടുന്ന് കാടിന്റെ അതിർത്തിയിൽ നിന്ന് 5-6 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്തെ സ്വകാര്യ തോട്ടങ്ങളിൽ ഈ കടുവയുടെ സാന്നിധ്യം ആ ആശങ്കയാണ് അറിയിക്കുന്നത്. അതാണ് പൊതുവെ കർഷകരും നാട്ടുകാരും എല്ലാം വനംവകുപ്പിനെയും ഉള്ള പ്രതിഷേധം അറിയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത്തരത്തിലുള്ള തെരച്ചിലാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്തായാലും തെരച്ചിൽ ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് വനംവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. മയക്കുവെടി സംഘം ഉൾപ്പെടെയുള്ള ടീം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും തെരച്ചിൽ ആ രീതിയിൽ സജീവമായി തുടരും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഗോപി, ശരി. സംസ്ഥാനത്ത് ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ച 4 പേരുടെ സമ്പർക്ക പട്ടികയുള്ളവർക്ക് ഇന്ന് കോവിഡ് പരിശോധന നടത്തും. രോഗലക്ഷണങ്ങളുള്ളവരെയാണ് പരിശോധിക്കുക. പരിശോധനയിൽ പോസിറ്റീവായാൽ സാമ്പിൾ ജനിതക സ്ഥിരീകരണത്തിന് വിധേയമാക്കും. ഐസൊലേഷനിലുള്ള 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. സിജോ ആണ് ചേരുന്നത്. സിജോ, ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്നലെ 4 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നത്. ഇതിൽ 3 പേരും എറണാകുളത്ത് നിന്നുള്ള ആളുകളാണ്. ഒമിക്രോൺ ആദ്യം സ്ഥിരീകരിച്ച എറണാകുളം സ്വദേശിയിൽ നിന്നുള്ള സമ്പർക്കം വഴിയാണ്
ബാക്കി 2 പേർക്കുണ്ടായിരിക്കുന്നത്. ഇയാളുടെ ഭാര്യ അതോടൊപ്പം തന്നെ ഭാര്യ മാതാവ് എന്നിവർക്കാണ് 2 പേർക്ക് ഒമിക്രോൺ പോസിറ്റീവ് ആയിരിക്കുന്നത്. ഇവർ ഇപ്പോൾ അമ്പലമുകളിലുള്ള സെന്ററിലാണുള്ളത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന 2ാമത്തെ ആളുടെ കാര്യത്തിൽ അല്പം ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇയാൾ എത്തിയിരിക്കുന്നത് കോങ്കോയിൽ നിന്നാണ്. ഇതൊരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന രാജ്യമല്ല. അതുകൊണ്ട് തന്നെ നിർബന്ധിത ക്വാറന്റൈൻ ഉണ്ടായിരുന്നില്ല താനും. മാത്രമല്ല ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഇയാൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്തുകയും ചെയ്തിരുന്നില്ല. രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടിലെത്തി രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് ടെസ്റ്റ് നടത്തുകയും അതിനുശേഷം ഒമിക്രോൺ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ഒരുപക്ഷെ സമ്പർക്കം ഉണ്ടാകാനുള്ള സാധ്യത നിൽക്കുന്നുവെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ പരിശോധന ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇയാൾ എത്തിയ വിമാനത്തിലുള്ള ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന അടുത്ത് സഞ്ചരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉടൻ തന്നെ പരിശോധന നടത്തുകയും ചെയ്തു. മാത്രമല്ല എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് ഇവരോട് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അയാൾ വേറെ മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ അത്തരത്തിൽ പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി. നിയമന ആവശ്യവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന കായിക താരങ്ങളുമായി മന്ത്രി അബ്ദുൾ റഹ്മാൻ ഇന്ന് ചർച്ച നടത്തും. രാവിലെ 11 മണിക്ക് മന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച. അതേസമയം സമരം ഇന്ന് 16ാം ദിവസത്തിലേക്ക് കടന്നു. ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് കായിക താരങ്ങളുടെ തീരുമാനം. കോട്ടയത്ത് അറസ്റ്റിലായ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥന്റെ ഫ്ളാറ്റിൽ നിന്ന് 16 ലക്ഷം രൂപ വിജിലൻസ് കണ്ടെത്തി. ആലുവയിലെ ഫ്ളാറ്റിൽ നിന്നാണ് തുക കണ്ടെത്തിയത്. ബാങ്ക് നിക്ഷേപവും ഭൂമിയും ഉൾപ്പെടെ ഇയാളുടെ കൂടുതൽ സ്വത്ത് വിവരങ്ങളും വിജിലൻസ് ലഭിച്ചു. 18 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപമാണ് കണ്ടെത്തിയത്. ആലുവയിലെ ഫ്ളാറ്റിന് 80 ലക്ഷം രൂപ വില മതിക്കും. ഇതിനു പുറമെ തിരുവനന്തപുരത്ത് 2000 സ്ക്വയർ ഫീറ്റ് വീടും പന്തളത്ത് 33 സെന്റ് സ്ഥലമുണ്ട്. ടയർ അനുബന്ധ സ്ഥാപനത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് കോട്ടയം ജില്ലാ ഓഫീസർ ഹാരിസ് ഇന്നലെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 25,000 രൂപ പിടിച്ചെടുത്തിരുന്നു. ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്ക് തുടങ്ങി. ഇന്നും നാളെയുമാണ് പണിമുടക്ക്. കൂടുതൽ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സമരം 2 ദിവസം നീണ്ടു നിൽക്കുന്നതിനാൽ ATM ഉള്ള പ്രവർത്തനം തടസ്സപ്പെട്ടേക്കും. കേരയിൽ പദ്ധതി സംബന്ധിച്ച് കേരളത്തിലെ എംപിമാരുമായി റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ചർച്ച നടത്തും. പദ്ധതിക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് UDF എംപിമാർ കേന്ദ്രമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു. UDF എംപിമാരുടെ നീക്കത്തിൽ പ്രതിഷേധം അറിയിച്ച് ഇടതെംപിമാർ രംഗത്തെത്തി. കേരയിൽ തകർക്കാൻ BJPയുമായി കൈകോർത്തുള്ള നീക്കത്തിൽ ഭാഗമായിട്ടാണ് UDF എംപിമാർ മന്ത്രിയെ കാണാൻ തീരുമാനിച്ചതെന്നായിരുന്നു വിമർശനം. സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ എല്ലാ എംപിമാരെയും വിളിക്കണമെന്ന് ഇടതെംപിമാർ ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഇന്ന് യോഗം വിളിച്ചത്. കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ മൃതദേഹം ഇന്ന് ജന്മനാടായ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോകും. രാവിലെ 10:15 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ബംഗളൂരുവിൽ നിന്നും മൃതദേഹം കൊണ്ടുപോവുക. മൃതദേഹം 9:15 ബംഗളൂരിൽ പൊതുദർശനത്തിന് വയ്ക്കും. ബംഗളൂരുവിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വരുൺ സിംഗ് ഇന്നലെയാണ് അന്തരിച്ചത്. എംപിമാരുടെ സസ്പെൻഷനിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാവും. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ മാപ്പ് പറയാതെ സസ്പെൻഷൻ പിൻവലിക്കാൻ കഴിയില്ല നിലപാടിലാണ് സർക്കാർ. അതേസമയം ലോക്സഭയിൽ ഇന്ന് വിലക്കയറ്റം, കോവിഡ്, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. രാജ്യസഭയിൽ ലഹരി മരുന്ന് സംബന്ധിച്ച സബ്മിഷൻ ഭേദഗതി ബില്ല് അവതരിപ്പിക്കും. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ 50ാം വാർഷികം ഇന്ന്. 50ാം വാർഷികാഘോഷത്തിൽ മുഖ്യാതിഥി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നലെ വൈകിട്ട് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെത്തി. വിജയദിനാഘോഷ പരേഡിൽ ഇന്ത്യൻ സായുധ സേനയിലെ 122 അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. യുദ്ധവാർഷികത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി മോദി രാവിലെ ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തും. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ 50ാം വാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നു. തിരുവനന്തപുരത്ത് മദ്രാസ് റെജിമെന്റിന്റെ 16ാം ബറ്റാലിയൻ എക്സ് സർവീസ് മെൻ കേരള വിംഗ് ആണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മഹാവീർ ചക്ര തോമസ് ഫിലിപ്പോസിന്റെ തിരുവല്ലയിലെ വസതിയിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ബൈക്ക് റാലി തിരുവനന്തപുരം നഗരത്തിൽ എത്തി. മദ്രാസ് കേരള വിംഗ് എക്സ് സർവീസ്മെൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ദീപശിഖ റാലിയെ വീരോചിതമായി നമുക്ക് സ്വീകരിക്കാം. രാജകുടുംബ അംഗങ്ങൾ ഇവരെല്ലാവരും വന്നിട്ടാണ്, അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇവരെല്ലാം ആദരിക്കുന്നത്. അതായത് നമ്മുടെ മരിച്ചുപോയവരുടെ അച്ഛനമ്മമാർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല, അവരെ ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കാണാം ഇടവേളയ്ക്ക് ശേഷം. ശബരിമലയിൽ തീർത്ഥാടനകാലം. ധനുമാസം 1-ാം തീയതിയായി ഇന്ന് ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്കാണ്. മണ്ഡലകാല വരുമാനം 47 കോടി കവിഞ്ഞു. തീർത്ഥാടനത്തിന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഇളവുകളുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനം ഉടനുണ്ടാവും. ശരണ്ട റിപ്പോർട്ട്. ഇന്ന് ധനുമാസം 1 പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പുലർച്ചെ നിർമാല്യം കണ്ട് തൊഴാനായി നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഈ മാസം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസം പ്രതിദിനം 20,000-നും 30,000-നും ഇടയിൽ ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയിരുന്നതെങ്കിൽ ഈ മാസം അത് 30,000-നും 40,000-നും ഇടയിലായി വർദ്ധിച്ചിട്ടുണ്ട്. മണ്ഡലകാലം ആരംഭിച്ച് ഒരു മാസം പിന്നിടുകയാണ്. ഈ ഘട്ടത്തിൽ ചില കണക്കുകൾ കൂടി ലഭ്യമായി. അതായത് ഇതുവരെ 6,55,393 ഭക്തരാണ് ദർശനത്തിനായി എത്തിയത്. 8,35,102 പേരാണ് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് 47 കോടി, അതായത് മണ്ഡലകാല വരുമാനം 47 കോടി കവിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന റിപ്പോർട്ട്. കാണിക്കയായിട്ട് 14 കോടിയാണ് ലഭ്യമായിരിക്കുന്നത്. അരവണ വിറ്റ ഇനത്തിൽ 18 കോടിയും അപ്പം വിറ്റ ഇനത്തിൽ 2.5 കോടിയും ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ട്. ഈ കാണിക്ക വഴി 5 ലക്ഷം ആണ് ദേവസ്വം ബോർഡിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നാൽ ഇനിയും ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഇളവുകൾ വേണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് ഇതിനകം തന്നെ സർക്കാരിന് മുന്നിൽ വച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും മുൻ വർഷങ്ങളിലെ പോലെ ഈ നെയ്യഭിഷേകം നടത്താൻ അനുമതി വേണമെന്നുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഈ കരിമല കാനനപാത വഴി തീർത്ഥാടനത്തിന് അനുമതി വേണമെന്ന ആവശ്യവും മുന്നിൽ വച്ചിട്ടുണ്ട്. ഒപ്പം ഈ സന്നിധാനത്ത് ഭക്തർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം, ഒപ്പം തന്നെയാണ് നിലവിൽ 45,000 പേർക്കാണ് പരമാവധി ഒരു ദിവസം ദർശനം നടത്താൻ കഴിയുക. ഈ പരിധി ഒഴിവാക്കണമെന്ന ആവശ്യവും ദേവസ്വം ബോർഡ് സർക്കാർ മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. ഏതായാലും ഇക്കാര്യങ്ങളൊന്നും ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായിട്ടില്ല. ഒരുപക്ഷെ 2 ദിവസത്തിനകം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. നമുക്കറിയാം ഈ മാസം 26-നാണ് മണ്ഡല പൂജ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം ഒരുപക്ഷെ 50,000-ന് മുകളിലേക്ക് എത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ പരിധി ഒഴിവാക്കി കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നാൽ അത് വരുമാന കാര്യത്തിലടക്കം ഗുണകരമാകുമെന്ന കാര്യം കൂടിയാണ് ദേവസ്വം ബോർഡ് സർക്കാരിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ധനുമാസം 1 ഇന്ന് വലിയ ഭക്തജന തിരക്കാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. എനിക്ക് മുന്നിൽ കാണുന്ന പോലെ തന്നെ നിരവധി ഭക്തർ സന്നിധാനത്തേക്ക് ദർശനത്തിന് എത്തുന്ന സാഹചര്യമാണുള്ളത്. കായിക വാർത്തകൾ. ആഷസ് പരമ്പരയിൽ 2ാം ടെസ്റ്റിന് അല്പസമയത്തിനകം തുടക്കം. അഡ്ലൈഡിൽ പകലും രാത്രിയുമായാണ് മത്സരം. ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യ കളി ജയിച്ച ഓസീസ് പരമ്പരയിൽ 1-0 മുന്നിലാണ്. നാട്ടിൽ നടന്ന ഒരു ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റിലും ഇതുവരെ ഓസ്ട്രേലിയ പരാജയപ്പെട്ടിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.